നമ്മുടെ വിഷു ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാനായി ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് പ്രശസ്ത സിനിമാ താരം പ്രശാന്ത് കാഞ്ഞിരമറ്റമാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ആദ്യമേ തന്നെ ഹാപ്പി വിഷു. വിഷു ആശംസകൾ. നമുക്ക് ആദ്യമേ തന്നെ വിഷു എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഓർമ്മകളിലുള്ള വിഷുക്കാലമാണ് ഓർമ്മ വരിക. അപ്പോൾ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഓർമ്മകളിലെ വിഷു എങ്ങനെയായിരുന്നു എന്ന് ഞങ്ങളോടൊന്ന് പങ്കുവയ്ക്കാമോ? ഓർമ്മകളിലെ വിഷു എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെ ഓർമ്മകളിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു വിഷുക്കാലം നമ്മുടെ കുട്ടിക്കാലത്തുള്ള വിഷുക്കാലം തന്നെയാണ്. അതിനുശേഷം പിന്നീട് നമ്മൾ ഓരോ പ്രായം കഴിഞ്ഞ് ജീവിതത്തിലേക്ക് കടന്ന് പിന്നീട് അങ്ങോട്ട് നമുക്ക് ആഘോഷങ്ങളെല്ലാം പേരിന് മാത്രമായി മാറാറുണ്ട്. എപ്പോഴും കുട്ടിക്കാലത്താണല്ലോ നമ്മൾ എല്ലാ ഓണമായാലും വിഷു ആയാലും ഒക്കെ നമ്മൾ വളരെ ജെന്യൂനായിട്ട് ആഘോഷിക്കാറുള്ളത്. നമ്മുടെ എല്ലാവരുടെയും വിഷുക്കാലം പോലെ തന്നെ പടക്കങ്ങളുടെ ഒരു എന്താ പറയുക, അതൊക്കെയാണ് നമ്മളൊരു ക്രൈസ് എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് പൊട്ടുന്ന സാധനങ്ങൾ, പ്രത്യേകിച്ച് മാലപ്പടക്കം, ഓലപ്പടക്കം എന്നൊക്കെ പറയുന്ന സാധനങ്ങളോടൊക്കെ ഭയങ്കര പേടിയുള്ള ഒരാളാണ്. കൂടുതലും കമ്പിത്തിരി, മത്താപ്പ്, ഈ ചക്രം, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഷുക്കാലം നമ്മൾ ചെറുപ്പത്തിലെ തറവാട്ടിൽ ചേർത്തലയിൽ അച്ഛൻ്റെ വീട്ടിലാണ് ഞങ്ങൾ വിഷു ആഘോഷിക്കാറുള്ളത്, മുഹമ്മയിൽ. അപ്പോൾ ആ സമയത്ത് കാഞ്ഞിരവട്ടത്തിൽ നിന്ന് ഞങ്ങൾ ഒരുപാട് പടക്കമൊക്കെ വാങ്ങിച്ചുകൊണ്ട്, ഇവിടെ പടക്കം ഉണ്ടാക്കുന്നൊരു സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു, ഓലപ്പടക്കം. അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ഇവിടുന്ന് അവിടെ ചെല്ലും. അപ്പോൾ അവിടെയും വാങ്ങിക്കും. അപ്പോൾ എല്ലാം കൂടി സമ്മേളിപ്പിച്ചുകൊണ്ട് വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും രാത്രിയിലെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട്, അതായത് നാളെ വിഷു ആണെങ്കിൽ ഇന്ന് രാത്രി 13-ാം തീയതി രാത്രി ഞങ്ങളെല്ലാവരും ബന്ധുക്കളും കുട്ടികളെല്ലാവരും ചേർന്ന് പടക്കങ്ങളൊക്കെ കത്തിച്ച് പിറ്റേ ദിവസം ഒരു വെളുപ്പിനെ നമുക്ക് എത്ര വൈകി കിടന്നാലും നേരം വെളുക്കുമ്പോഴേ വല്യമ്മ, ഞങ്ങൾ പാപ്പാമ്മ എന്ന് വിളിക്കും, വല്യമ്മ എന്ന് വിളിച്ച് എഴുന്നേൽപ്പിക്കും. അപ്പോൾ അവിടുത്തെ ലോക്കൽ ചേട്ടന്മാരൊക്കെ ഒരു കൃഷ്ണൻ്റെ വിഗ്രഹമൊക്കെ ആയിട്ട് കണിക്കൊന്നയൊക്കെ ആയിട്ട് ഇങ്ങനെ കണി കാണിക്കാൻ വേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ നമ്മളാ മീശമാധവനിൽ കാണുന്ന പോലെ കൊണ്ടക്കാൽ പറഞ്ഞാൽ ഗോപാലകൃഷ്ണൻ അങ്ങനെ നമ്മൾ കണി കാണും. അങ്ങനെ രസകരമായൊരു കുട്ടിക്കാലവും, ആ കുട്ടിക്കാലത്തുള്ള വിഷുക്കാലം ഇതുവരെ പിന്നെ തിരിച്ചു വന്നിട്ടില്ല. ഇപ്പൊക്കെ നമ്മൾ കണി വെക്കും വീട്ടിലാണെങ്കിലും. ഒരു ഉരുളിയിൽ വെള്ളരിക്ക, ചക്ക, മാങ്ങ, അതുപോലെ തന്നെ മുന്തിരി, ആപ്പിൾ, ഓറഞ്ച്, ഇതുപോലെ തന്നെ കണിക്കൊന്ന, അങ്ങനെ കിട്ടാവുന്ന ഈ കോടിമുണ്ട്, പിന്നെ കുറച്ച് പൈസ, ധാന്യം, അങ്ങനെ എല്ലാം സമൃദ്ധിയുടെ ഒരു പ്രതീകമായിട്ടാണല്ലോ കാണിക്കുന്നത്. അങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് കൃഷ്ണൻ്റെ വിഗ്രഹമൊക്കെ വെച്ചിട്ട് നമ്മൾ കണി കാണാറുണ്ടെങ്കിൽ പോലും കുട്ടിക്കാലത്ത് അങ്ങനെ കണ്ട കണിയും അങ്ങനെ ആഘോഷിച്ച ആഘോഷവും അങ്ങനെ പൊട്ടിച്ച പടക്കത്തിൻ്റെയൊക്കെ ആ ഒരു സുഖം ഇപ്പോൾ എത്രത്തോളം കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എന്നാലും നമ്മളെല്ലാവരും താരതമ്യേന ഇപ്പോഴും ആഘോഷിക്കുന്നു വിഷു. അതെ, ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും നമുക്കറിയാം നമ്മുടെ സംസ്കാരത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള വിഷു തന്നെയാണ് നമ്മൾക്ക് എല്ലാവരുടെയും ഓർമ്മകളിൽ നിൽക്കുന്നത്. അപ്പോൾ പ്രശാന്ത് ഏട്ടൻ്റെ 24 വർഷത്തിലുള്ള കല, അതേപോലെ സിനിമാ ജീവിതം, അപ്പോൾ ഈ ഒരു സിനിമാ ജീവിതത്തിൽ 24 വർഷത്തില്, അതായത് കുട്ടിക്കാലത്ത് നിന്ന് സിനിമാ ജീവിതം തുടങ്ങിയിട്ട് ഞാൻ പറയാം ഒരു 10-17 വർഷമായിട്ടുള്ളൂ. മിമിക്രിയിൽ തുടങ്ങുന്നത് 24 വർഷത്തോളമായി. ഓക്കെ. അപ്പോൾ ആ ഒരു കലാജീവിതത്തിലേക്ക് കയറിയതിന് ശേഷമുള്ള വിഷു ഒക്കെ എങ്ങനെയായിരുന്നു? എപ്പോഴും നമുക്ക് കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ പറ്റാറുണ്ടോ? അല്ലെങ്കിൽ ഓരോ തവണയും ചിലപ്പോൾ ചില യാത്രകളിലൊക്കെ ആയിരിക്കും. അപ്പോൾ എങ്ങനെയായിരുന്നു അതിന് ശേഷമുള്ള വിഷു ആഘോഷങ്ങളെല്ലാം? കുട്ടിക്കാലത്ത് വിഷുവിന് ശേഷം നമ്മൾ പ്രൊഫഷണലായിട്ട് മിമിക്രി രംഗത്ത് വന്നതിന് ശേഷം പലപ്പോഴും വീട്ടിൽ വിഷു ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല. കാരണം വിഷുവിൻ്റെ അന്നൊക്കെ നമുക്ക് താരതമ്യേന പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ പ്രോഗ്രാമിൻ്റെ സമയത്തൊക്കെ നമ്മൾ പ്രോഗ്രാം ഉള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ കിട്ടുന്ന ആഘോഷങ്ങൾ, അവിടെ കാണുന്ന ആഘോഷങ്ങൾക്ക് അതിൽ പങ്കുചേരുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളെപ്പോഴും കുടുംബത്തോടെ, നമ്മുടെ ബന്ധുക്കളോടൊപ്പം, അല്ലെങ്കിൽ നമ്മുടെ ഉറ്റ സുഹൃത്തുക്കളോടൊപ്പം ആഘോഷിക്കുന്ന ഒരാഘോഷവും മറ്റാരുമായിട്ട് ആഘോഷിച്ചാലും കിട്ടില്ല. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ ഈ ആർട്ടിസ്റ്റുകളാകുമ്പോൾ ഞങ്ങൾക്ക് എന്നും വിഷുവും, ഞങ്ങൾക്ക് എന്നും ഓണവും, ഞങ്ങൾക്ക് എന്നും ക്രിസ്മസും, ഞങ്ങൾക്ക് എന്നും ന്യൂ ഇയറും, അങ്ങനെ ഒരു അവസ്ഥയാണ്. നമ്മളെപ്പോഴും കൂടുമ്പോൾ അതിനൊരു ഉത്സവ ലഹരിയുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇതുപോലെ വിഷുക്കാലത്തും ഒക്കെ പ്രോഗ്രാം ചെയ്യാൻ പോകുമ്പോൾ ആ കൂട്ടായ്മയ്ക്ക് വേറൊരു മാധുര്യമുണ്ട്. പക്ഷെ വിഷുവിൻ്റെ ആഘോഷം എന്നല്ല, നമ്മളിപ്പോൾ ഏത് ആഘോഷമായാലും നമ്മളാ കൂട്ടുചേരൽ തന്നെ വലിയൊരു ആഘോഷം തന്നെയാണ്. അതും നമ്മൾ ആസ്വദിക്കാറുണ്ട്. നമുക്കെപ്പോഴും വീട്ടിൽ വിഷു ആഘോഷിക്കാതെ പുറത്തെപ്പോഴും ഇതുപോലെ ആഘോഷിക്കാൻ പറ്റണമെന്നാണ് ഞങ്ങളെപ്പോലുള്ള കലാകാരന്മാർ പ്രാർത്ഥിക്കുന്നത്. കാരണം വിഷു ദിനത്തിൽ നമ്മൾ പ്രോഗ്രാം ഇല്ലാതെ ഇവിടെ ഇരിക്കുന്നൊരവസ്ഥ നമുക്ക് വേദനാജനകമാണ്. അതിനേക്കാൾ നമുക്ക് സന്തോഷം തരുന്നത് തിരക്കാണ്, പ്രോഗ്രാം ഉണ്ട് എന്നൊക്കെ ആ ഒരു തിരക്കിൽ നടക്കാൻ തന്നെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. എന്നാലും അതും വീട്ടിലാഘോഷിക്കുന്നതിനോട് നമുക്ക് താല്പര്യക്കുറവല്ല. വീട്ടിലാഘോഷിക്കുന്നത് ഒരു സന്തോഷമാണെങ്കിൽ ഇത്തരത്തിലുള്ള കൂട്ടുകാരുമൊത്ത് നമ്മളുടെ പ്രൊഫഷണലുമായി ബന്ധപ്പെട്ട ഒരു ആഘോഷം എന്ന് പറഞ്ഞാൽ അതും മറ്റൊരു
അപ്പോൾ പ്രശാന്ത് ഏട്ടന് മിമിക്രി കൂടാതെ പാട്ട് പാടാനും ഒത്തിരി ഇഷ്ടമാണ്. അപ്പൊ നന്നായി പാട്ട് പാടുകയും ചെയ്യും പ്രശാന്ത് ഏട്ടൻ. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഈ ഒരു വിഷുദിനത്തിൽ ഒരു പാട്ട് പാടി തരാം. ഞാൻ പാട്ടുകാരനേക്കാൾ ഉപരി പാട്ടിനെ സ്നേഹിക്കുന്ന ഒരു കലാസ്നേഹി, ഒരു എന്താ പറയുക, ഒരു സംഗീത പ്രേമിയാണ്. അപ്പം അതുകൊണ്ട് ചില പാട്ടുകളൊക്കെ ഇങ്ങനെ പാടും. കൂടുതലും ഞാനിങ്ങനെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴും അല്ലെങ്കിൽ കുളിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മുടേതായ സ്വകാര്യ നിമിഷങ്ങളിലൊക്കെ പാട്ട് ആണ് എൻ്റെ മെയിൻ. പ്രശാന്തേട്ടന്റെ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, നന്നായി പാടും. അത് ശരി. അപ്പം എന്നാൽ വിഷുവുമായി ബന്ധപ്പെട്ട് ഒരു പാട്ട് പാടാം. വിഷുവിന് നമ്മൾ ഏറ്റവും കൂടുതൽ ഉണ്ണിക്കണ്ണനെയാണല്ലോ കണി കാണാൻ ഇഷ്ടപ്പെടുന്നത്. ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം, ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം, മുരളി പൊഴിക്കുന്ന ഗാനാലാപം, ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം. വളരെ നന്നായിട്ടുണ്ട്. ഇനി ജഗതി ശ്രീകുമാർ എന്നൊരു മഹാനടനെ അനുകരിക്കുന്നതിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശബ്ദാനുകരണത്തിലൂടെയാണ് പ്രശാന്ത് ഏട്ടൻ ഒരു മേൽവിലാസം ഉണ്ടാക്കിയെടുത്തതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ജഗതി ശ്രീകുമാർ എന്ന ആ ഒരു വലിയൊരു വ്യക്തിത്വം എങ്ങനെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട് പ്രശാന്ത് ഏട്ടനെ? തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ ഞാൻ അനുകരിച്ച് പ്രോഗ്രാം ചെയ്തു തുടങ്ങിയതിൽ പിന്നെയാണ് നമ്മളെ ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് തുടങ്ങിയത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ കലാരംഗത്തുണ്ട് എന്ന് ഒരു എന്താ പറയുക, നമുക്കൊരു സീല് ചാർത്തി തരാൻ കഴിഞ്ഞത് ആ ഒരു പ്രോഗ്രാമോട് കൂടി തന്നെയാണ്. അതുവഴി നമുക്ക് ഒരുപാട് നേട്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. അദ്ദേഹവും ഒരുപാട് എന്നെ അദ്ദേഹം സ്വാധീനിക്കാത്ത മലയാളികളില്ല. അദ്ദേഹത്തിൻ്റെ സ്വാധീനം ചെന്നെത്താത്ത ഒരു മലയാളി മനസ്സുമില്ല. എല്ലാ മനസ്സുകളെയും സ്വാധീനിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. അത്രയും വലിയൊരു പ്രതിഭയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയ മികവിന് മുമ്പിലൊക്കെ പലപ്പോഴും ഇങ്ങനെ വിസ്മയിച്ചൊക്കെ നമ്മൾ നിന്നിട്ടുണ്ട്. പല ക്യാരക്ടേഴ്സും അദ്ദേഹം ഓരോ ക്യാരക്ടേഴ്സും, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പള്ളിയിലച്ചൻ പോലെയല്ല വേറൊരു സിനിമയിൽ മറ്റൊരു പള്ളിയിലച്ചനെ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ദേവദൂതനിലെ പള്ളിയിലച്ചനല്ല ക്ലാസ്മേറ്റ്സിലെ പള്ളിയിലച്ചൻ, ഇതിലെ പള്ളിയിലച്ചനല്ല നമ്മുടെ ദൈവത്തിൻ്റെ മകനിലെ പള്ളിയിലച്ചൻ. ദൈവത്തിൻ്റെ മകനിലാണോ ആലീസ് ഇൻ വണ്ടർലാൻഡിലാണോ എന്നറിയില്ല. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഒരേ തരത്തിലുള്ള ക്യാരക്ടേഴ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെറൈറ്റീസ് നമുക്ക് അദ്ദേഹം കാണിച്ചു തന്നിട്ടുണ്ട് പല രീതിയിലും. അത് അദ്ദേഹത്തിൻ്റെ ഹാസ്യകഥാപാത്രങ്ങൾ മാത്രമല്ല പറയേണ്ടത്, അദ്ദേഹം ചെയ്തിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടർ റോൾസ്, കവല എന്ന് പറയുന്ന 3-ാം പക്കത്തിലെ ക്യാരക്ടർ, മീശമാധവനിലെ പിള്ളേച്ചൻ, അങ്ങനെയുള്ള സീരിയസ് വേഷങ്ങൾ, പിടക്കോഴി കൂന്ന് എന്ന നൂറ്റാണ്ട് എന്ന് പറയുന്ന സിനിമയിലെ ക്യാരക്ടർ, അങ്ങനെ ഒരുപാട് പറയാനുണ്ട്. അതൊക്കെ ഒരു കലാകാരൻ എന്ന നിലയിൽ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ വ്യക്തിപരമായി അദ്ദേഹം എന്ന് പറയുന്ന വ്യക്തി എന്നെ വളരെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഒരുപാട് അടുത്ത് പരിചയപ്പെടാനും അടുത്ത് ഇടപഴകാനും സംസാരിക്കാനും ഒക്കെ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് അദ്ദേഹത്തിലെ ഒരു വ്യക്തിത്വം ഞാൻ മനസ്സിലാക്കിയതും. എന്താ പറയുക, ഒരു നല്ല മനുഷ്യസ്നേഹിയായ ഒരു കലാകാരനാണ് അമ്പുച്ചൻ. രണ്ട് രീതിയിലും എനിക്ക് വളരെയധികം എന്നെ സ്വാധീനിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. ചില ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചില ആർട്ടിസ്റ്റുകളുടെ അയാളുടെ കലാകാരനെ നമുക്ക് ഇഷ്ടമായിരിക്കും, പക്ഷെ അയാളുടെ വ്യക്തിയെ നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. ചില ആർട്ടിസ്റ്റുകളിൽ വ്യക്തിയെ ഇഷ്ടമായിരിക്കും, കലാകാരൻ അത്രയും നന്നാവണമെന്നില്ല. പക്ഷെ ജഗതി ചേട്ടനെ സംബന്ധിച്ചിടത്തോളം രണ്ടും ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയാവുന്ന രീതിയിലാണ്. വ്യക്തിപരമായിട്ട് നോക്കിയാലും കലാകാരൻ എന്ന നിലയിൽ നോക്കിയാലും നമുക്ക് അദ്ദേഹത്തെ ഒരു എന്താ പറയുക, ഒരു തരത്തിലും നമുക്കൊരു നെഗറ്റീവ് മാർക്ക് കൊടുക്കാനില്ലെന്നുള്ളതാണ്. അത്രയും ഔന്നത്യമുള്ള ഒരു അത്ഭുത പ്രതിഭയാണ്. അപ്പോൾ നമ്മൾ മലയാളികൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു തിരിച്ചുവരവാണ് ശരിക്കും ജഗതി ചേട്ടൻ്റെ. അപ്പോൾ ഈ ഒരു തിരിച്ചുവരവ് പ്രശാന്ത് ചേട്ടൻ എത്രത്തോളം ആകാംക്ഷയോട് കൂടിയാണോ നോക്കി? തീർച്ചയായിട്ടും എല്ലാവരെയും പോലെ തന്നെ, എല്ലാവരേക്കാൾ കൂടുതലായിട്ട് എനിക്ക് പ്രാർത്ഥനയുണ്ട്. കാരണം നമ്മൾ അത്രയും അനുകരിക്കുകയും നമ്മൾ അത്രയും ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. കൂടുതൽ അടുത്തറിഞ്ഞപ്പോൾ കൂടുതൽ ഇഷ്ടം എനിക്ക് വന്നിട്ടുള്ള ഒരാളാണ്. നമ്മൾ വലിയ എന്തെങ്കിലും നമ്മൾ അത്രയും ആരാധിച്ചിരുന്ന പലരെയും അടുത്തറിഞ്ഞപ്പോൾ നമുക്ക് അവരോടുള്ള ഇഷ്ടത്തിന് കുറവൊക്കെ സംഭവിച്ച ചില ആളുകളുണ്ട്. പക്ഷേ അമ്പിളിച്ചേട്ടനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അടുത്തറിയും തോറും അദ്ദേഹത്തുള്ള ആരാധനയും ബഹുമാനവും സ്നേഹവും കൂടിക്കൂടി വന്നതേ ഉള്ളൂ. അങ്ങനെയുള്ളൊരാൾ തിരിച്ചു വരിക എന്നൊക്കെ പറയുന്നത്
നമ്മുടെയൊക്കെ വലിയൊരു കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ടാണത് സംഭവിക്കുന്നത്. CBI 5 അദ്ദേഹം വരുന്നുണ്ട്. ഇനിയും അദ്ദേഹം മലയാള സിനിമയിൽ സജീവ സാന്നിധ്യമാകണമെന്നാണ് നമ്മളെപ്പോലുള്ളവരുടെ ഒക്കെ പ്രാർത്ഥന. അത് ഒരാൾ പോലും അതിന് എതിരായിട്ട് പ്രാർത്ഥിക്കുമെന്നോ അല്ലെങ്കിൽ ഒരാൾ പോലും അതിനെ ഖണ്ഡിക്കുമെന്നോ എനിക്ക് തോന്നുന്നേയില്ല. കാരണം അത്രയും എല്ലാവരും ഇഷ്ടപ്പെടുന്ന, ആബാലവൃദ്ധ ജനങ്ങളും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ലാലേട്ടനെ പോലെ മമ്മൂക്കനെ പോലെ എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അമ്പിളിച്ചേട്ടൻ. അപ്പോൾ അത് എന്തായാലും ഞാനത് അത്രയും കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം മലയാള സിനിമയിൽ ഇനിയും ഒരുപാട് കഥാപാത്രങ്ങളെ നല്ല രീതിയിൽ അവതരിപ്പിക്കുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതെ, ഞങ്ങളുടെയും പ്രാർത്ഥന അത് തന്നെയാണ്. ഇനി പ്രശാന്ത് ഏട്ടൻ്റെ ഇപ്പോൾ കഴിഞ്ഞ പ്രോജക്ട്സ് ഒരു സിനിമയിലൊക്കെ കഴിഞ്ഞു, ഒരു സിനിമയിൽ നായകനും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ പ്രോജക്ട്സ് അതേപോലെ ഇനി വരാനിരിക്കുന്ന പ്രോജക്ട്സ് എന്തൊക്കെയാണ്, അതിൻ്റെ വിശേഷങ്ങളോട് ഞങ്ങളോട് പങ്കുവെക്കാം. ഇനിയിപ്പോൾ അതായത് ഇപ്പോൾ കഴിഞ്ഞ പ്രോജക്ട്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നായകനായിട്ട് ചെയ്ത സിനിമ സ്ക്രീൻ പ്ലേ, അത് മമ്മി സെഞ്ചുറി, മമ്മിക്കാണ് അതിൻ്റെ നിർമ്മാണം. KS മെഹമ്മൂദാണ് സംവിധാനം. എൻ്റെ പ്രിയ സുഹൃത്തും മിമിക്രി കലാകാരനുമായ രാജേഷ് കോട്ടപ്പടിയാണ് അതിൽ സംഭാഷണം എഴുതിയിരിക്കുന്നത്. എന്നെ കൂടാതെ പ്രഗ്യ എന്നൊരു പുതുമുഖ നായികയാണ് അതിൽ എൻ്റെ പേരായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ കലാഭവൻ രഞ്ജിത്ത്, നമ്മുടെ കലാഭവൻ മണിച്ചേട്ടൻ്റെ പെങ്ങളുടെ മകൻ. പിന്നെ റഫീഖ് ചൊക്ലി, അദ്ദേഹം വെള്ളം സിനിമയിൽ ജയസൂര്യയുടെ അമ്മാവനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ താരനിരകളൊന്നും ഇല്ലാത്ത ചെറിയൊരു സിനിമ, കുഞ്ഞു സിനിമ എന്ന രീതിയിൽ വളരെ മനോഹരമായൊരു ചിത്രം എന്ന് തന്നെ പറയാം. റിലീസായി ഏതാണ്ട് ഒരു 5-6 ദിവസം വരെയൊക്കെ എറണാകുളം സംഗീതയിൽ അത് ഓടി. എന്നെ സംബന്ധിച്ചിടത്തോളം അത് തന്നെ ഒരു വലിയ നേട്ടമാണ്. നമ്മൾ അത്രയും പോലും പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ്. കാരണം അത്രയും ചെറിയൊരു സിനിമയാണ്, നമ്മളെപ്പോൾ ഒരു കുഞ്ഞു നായകനാണ്. അപ്പോൾ അത് രണ്ടുപേർ കാണുന്നത് തന്നെ നമുക്ക് കൂടുതൽ സന്തോഷം തരുന്ന കാര്യം. അതിന് OTT പ്ലാറ്റ്ഫോംസിൽ വരുന്നുണ്ട്. 2ാം വാരത്തിലേക്ക് കടന്ന പല തിയേറ്റേഴ്സും ഉണ്ട്. നമുക്കതൊക്കെ വലിയ സന്തോഷം. പെരുമ്പാവൂർ ആശീർവാദ സിനിമാസിലൊക്കെ 2 വാരം ഓടിയ സിനിമയാണ്. പിന്നെ അതിനുശേഷം കുറച്ച് ചിത്രങ്ങളൊക്കെ അവിടെ നിന്നൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതിലിപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യ എന്ന് പറയുന്ന സിനിമ, അത് ഹരികുമാർ സാറാണ് സംവിധാനം. നമ്മുടെ സുഹൃതം, ഉദ്യാനപാലകൻ ചിത്രങ്ങളുടെയൊക്കെ സംവിധായകനാണ് അദ്ദേഹത്തിൻ്റെ സംവിധാനം. കൂടാതെ അതിൽ തിരക്കഥ എഴുതിയിരിക്കുന്ന M മുകുന്ദൻ സാറാണ്. മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ എഴുത്തുകാരിൽ ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തിരക്കഥയിൽ ഹരികുമാർ സാറിൻ്റെ സംവിധാനത്തിൽ സുരാജേട്ടൻ്റെ സിനിമ, സുരാജേട്ടൻ നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമയിൽ അദ്ദേഹത്തിൻ്റെ സുരാജേട്ടൻ്റെ കൂട്ടുകാരനായിട്ട് അഭിനയിക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി. പിന്നെ അതുകൂടാതെ മധുരക്കണക്ക് എന്ന് പറഞ്ഞൊരു സിനിമ, അതിപ്പോൾ ഷൂട്ടിങ് കഴിഞ്ഞു, മുക്കത്തായിരുന്നു ലൊക്കേഷൻ. പിന്നെ വേറെ 1-2 പ്രോജക്ട്സ് ഇങ്ങനെ വന്ന് നിൽപ്പുണ്ട്. ഈ 15-ാം തീയതി പുതിയൊരു ചിത്രം തുടങ്ങും. അതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ. എന്തായാലും സന്തോഷം. പിന്നെ ലോക്ക്ഡൗൺ ഒക്കെ മാറി ഇപ്പോൾ സ്റ്റേജ് ഷോ ഒക്കെ വളരെ സജീവമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ എന്തൊക്കെയാണ് പ്രശാന്ത് ഏട്ടൻ്റെ പുതിയ സ്റ്റേജ് ഷോ വിശേഷങ്ങൾ? സ്റ്റേജ് ഷോ എനിക്ക് സ്വന്തമായിട്ട് ട്രൂപ്പുണ്ട്, കൊച്ചിൻ പോപ്പിൻസ് എന്നാണ് പേര്. അപ്പോൾ പോപ്പിൻസ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ബാനറിൽ നമ്മൾ നേരത്തെ നിരന്തരമായിട്ട് ഷോ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ ഈ ഒരു പാൻഡമിക് സിറ്റുവേഷൻസിലേക്ക് നമ്മൾ കടന്നത്. ആ ഒരു 2 വർഷം, പക്ഷേ ആ 2 വർഷത്തിനിടയ്ക്കും ഈ കോവിഡിൻ്റെ 1ാം തരംഗം വന്ന് മാറിയ സമയത്ത് 1-2 ഷോസ് ചെയ്തിരുന്നു. 2ാം തരംഗം മാറി ആ സമയത്ത് നമ്മൾ ഈ ന്യൂ ഇയർ ഷോസും ക്രിസ്മസ് അതിനുശേഷമുള്ള 2-3 ഷോസൊക്കെ ചെയ്തു. പിന്നെ ഇപ്പോൾ സജീവമായി അത്യാവശ്യം ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങി. നമ്മളിപ്പോൾ ഒരു പുതിയ ടീം, നമ്മുടെ ധർമ്മജൻ ബോൾഗാട്ടി, സാജൻ പള്ളുരുത്തി, അങ്ങനെ ഒരു ഫുൾ ക്രൂ വെച്ചിട്ടൊരു പുതിയ ടീം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ബുക്കിങ്സൊക്കെ ആരംഭിച്ചു, 1-2 പ്രോഗ്രാംസൊക്കെ ആയി. അപ്പോൾ അങ്ങനെ നമ്മളുടെ എന്താ പറയുക, വളരെ പൂർവാധീന ശക്തിയോടെ ഞങ്ങൾ വരികയാണ് കൊച്ചിൻ പോപ്പിൻസുമായിട്ട് വേദികളിലേക്ക്. വളരെ സജീവമായി തന്നെ പ്രോഗ്രാമുകളൊക്കെ, ഏറ്റവും പുതിയ തമാശ സ്കിറ്റുകളും ഏറ്റവും പുതിയ പാട്ടുകളും ഏറ്റവും പുതിയ നൃത്ത ചുവടുകളും ഒക്കെ ആയിട്ട് ഒരു എന്താ പറയുക, ഒരു ഹൈ വോൾട്ടേജ് ഷോയാണ് നമ്മളുടെ പ്ലാൻ. അപ്പോൾ എങ്ങനെയാ പുറത്തൊക്കെയാണ് ഇപ്പോൾ സ്റ്റേജ് ഷോ? നമ്മൾ എബ്രോഡാണ് കൂടുതൽ ഷോസ്. നമുക്ക് ഈ എന്താ പറയുക, കോവിഡിന് മുമ്പുള്ള കാലഘട്ടത്തിലൊക്കെ എബ്രോഡ് ഷോസൊക്കെ ധാരാളമായിട്ടുണ്ടായിരുന്നു. കാരണം മാസത്തിൽ 2-3 ഷോസ് പുറത്തുണ്ടായിരുന്നു. വീണ്ടും അത് സജീവമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് വിളികളും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് വരുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി ബെഹ്റിലൊരു ഷോ ഏതാണ്ട് കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഷോസ് ഉണ്ട് അത്യാവശ്യം. നമ്മളിപ്പോൾ പുറത്തേക്കുള്ള ട്രാവലിങ്ങിൻ്റെതായ കുറച്ച് പ്രോബ്ലംസൊക്കെ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടല്ലോ. എന്നിരുന്നാലും നമ്മളുടെ എല്ലാം വളരെ സജീവമായി തന്നെ ഇനിയും തുടരും. നമ്മളുടെ പ്രോഗ്രാമും മറ്റു കാര്യങ്ങളെല്ലാം വളരെ ഗംഭീരമായി തന്നെ വരുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. നമുക്ക് വിഷുക്കാല ഓർമ്മകളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു പോവാം. പ്രശാന്ത് ഏട്ടന് ഇപ്പോൾ വിഷു സദ്യ, വിഷുക്കണി,
ആ പടക്കം പൊട്ടിക്കല് അങ്ങനെയുള്ള ഓർമ്മകൾ വെച്ച് നോക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഓർമ്മ പെട്ടെന്ന് വരുന്നത്, അതായത് നമ്മളത് ഓർക്കുമ്പോൾ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് എന്താണ് എന്നൊന്ന് പറയോ? എപ്പോഴും നമ്മൾ എന്താ പറയുക, പടക്കം പൊട്ടിക്കലിലൊക്കെ നമുക്ക് ഒരുപാട് അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടല്ലോ. പലപ്പോഴും ഈ പടക്കമൊക്കെ പൊട്ടിച്ച് എറിഞ്ഞിട്ട് ഇത് തെറിച്ച് പോകാതെയൊക്കെ വന്ന് ആ പടക്കത്തിൻ്റെ വലിയ കൂടിലൊക്കെ ചെന്ന് വീണ് പൊട്ടിത്തെറിച്ച സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ അപകടങ്ങളൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. ചെറിയ പൊള്ളലും കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഒരിക്കൽ എനിക്ക് ഓർമ്മയുണ്ട്, ഈ വിഷുക്കാലം എന്ന് പറയുമ്പോൾ നല്ല ചൂടുള്ള കാലമാണല്ലോ. അപ്പോൾ ഈ ഉച്ച സമയമൊക്കെ ഭയങ്കര നട്ടുച്ചയ്ക്കൊക്കെ ഭയങ്കര ചൂടായിരിക്കും. ഈ ടൈമിലൊക്കെ എന്ന് വെച്ചാൽ പടക്കമൊക്കെ പൊട്ടി അല്ലെങ്കിൽ അതിൻ്റെ ചെറിയൊരു തരി വന്ന് വീണാൽ മതി, ബാക്കിയുള്ള പടക്കങ്ങൾക്കൊക്കെ പെട്ടെന്ന് കത്ത് പിടിക്കും. അപ്പോൾ ഒരിക്കൽ ഇതുപോലെ ഒരു പടക്കം ഇങ്ങനെ ഞാനിങ്ങനെ വിളക്കത്ത് വെച്ചിട്ട് ചെറിയ തിരിയാണ്, പെട്ടെന്ന് കത്ത് പിടിച്ച ഉടനെ എറിയാമെന്ന് വിചാരിച്ചു. ടൈമിങ് തെറ്റിപ്പോയി. ഇപ്പുറത്ത് വലിയ പടക്കക്കൂടി ഇരിക്കുക. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇപ്പോൾ പൊട്ടിക്കണ്ടെന്ന് പറഞ്ഞു, ഉച്ച സമയത്തല്ലേ രാത്രി പൊട്ടിക്കാന്നൊക്കെ പറഞ്ഞു. ഞാൻ കേൾക്കാതെ എനിക്ക് പടക്കം കൊണ്ടുവന്നപ്പോഴുള്ള ആവേശത്തിൻ്റെ പുറത്ത് ഇതിങ്ങനെ വിളക്കത്തേക്ക് കാണിക്കൽ ഇത് കയറി അങ്ങ് പിടിച്ചു. എറിയുന്നതിന് മുമ്പേ ഈ സാധനം താഴെ വീണ് പൊട്ടി ആ പടക്കത്തിൻ്റെ കൂടിലേക്ക് വീണ് ഓലപ്പടക്കമായിരുന്നു കംപ്ലീറ്റ്. എനിക്കൊന്നും ഓർമ്മയില്ല. നമ്മുടെ ഫ്രണ്ടിൽ ഏതാണ്ടൊരു വലിയ ബോംബ് സ്ഫോടനം നടന്ന പോലത്തെ ഫീല്, ചുറ്റും പോകാം. ഞാൻ ഇങ്ങനെയൊക്കെ തപ്പി നോക്കി, കയ്യും കാലൊക്കെ ഉണ്ടോ നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പൊള്ളലും കാര്യങ്ങളൊക്കെ വന്നു. അന്ന് കേൾക്കാത്ത ചീത്തയില്ല. ഇനി വിഷു സദ്യയിൽ ഏറ്റവും ഇഷ്ടമുള്ള വിഭവം എന്താ? സദ്യയിൽ ഞാനൊരു താരതമ്യേന നല്ല ഭക്ഷണപ്രിയനാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വിഭവങ്ങളും എനിക്കിഷ്ടമാണ്. അതിലിപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് ചോദിച്ചാൽ കാളൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വിഭവമാണ്. കാളൻ ഇഷ്ടമാണ്. പിന്നെ ഇഞ്ചിക്കറി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇഞ്ചിത്തൈര് എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ടല്ലോ, ഇഞ്ചിത്തൈര് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നോക്കിയാൽ എല്ലാം തന്നെ ഇഷ്ടമാണ്. പക്ഷെ തോരൻ അങ്ങനെയുള്ളതിനോടൊക്കെ കുറച്ച് ഇഷ്ടക്കുറവുണ്ട്. കിച്ചടി പിച്ചടി ഇതൊക്കെയുണ്ട്. പിന്നെ അവിയൽ ഇഷ്ടമാണ്, സാമ്പാർ ഇഷ്ടമാണ്. പിന്നെ നല്ല പായസങ്ങളിൽ ഏറ്റവും കൂടുതൽ എനിക്കിഷ്ടം പാലട പ്രഥമനാണ്. അതിങ്ങനെ പപ്പടവും പഴമൊക്കെ കുഴച്ചിട്ട് കഴിക്കുന്നതിനോടൊക്കെ ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. എന്തൊക്കെയായാലും സദ്യ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ട് തോന്നാറുള്ളത് സംഭാരം, അതായത് പച്ചമോരുണ്ടല്ലോ, നിർബന്ധമായി ഒരു സദ്യയിൽ ഉണ്ടാവണമെന്ന് നിഷ്കർഷിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നമ്മൾ ഈ പപ്പടം പഴം പായസമൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് ചോറിട്ടിട്ട് ആ സംഭാരം ഒഴിച്ച് കുഴച്ച് കഴിക്കുമ്പോഴുള്ള ആ ഒരു തൃപ്തി, അത് ഒരു ഗംഭീര തൃപ്തി തന്നെയാണ്. അപ്പോൾ ഒരു വിഭവമല്ല, ചുരുക്കി പറഞ്ഞാൽ സദ്യയിലെ മുഴുവൻ എല്ലാം തന്നെ ഇഷ്ടമാണ്. സദ്യ തന്നെ രസമല്ലേ. നമ്മുടെ ഇത്രയും നമ്മളൊരു കേരളീയനായി ജനിച്ചതിൽ ഞാൻ അങ്ങേയറ്റം അഭിമാനിക്കുന്ന ഒരാളാണ്. കാരണം അഭിമാനിക്കുക മാത്രമല്ല, ആ ഒരു കാര്യത്തിൽ എനിക്ക് വളരെയധികം സംതൃപ്തിയുണ്ട്. ഇത്രയും വിഭവങ്ങൾ ചേർന്ന ഒരു സദ്യ ഭക്ഷണം ഒരു രാജ്യത്തും അല്ലെങ്കിൽ ഒരു വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഇല്ല. ഇന്ത്യയിൽ നമുക്കിപ്പോൾ തമിഴ്നാട്ടിലോ ആന്ധ്രയിലോ ഒക്കെ ഉണ്ട്, ഇല്ലെന്നല്ല. എന്നിരുന്നാലും നമ്മൾ കേരളീയൻ്റെ ഈ ഒരു സദ്യവട്ടം അത് കഴിക്കേണ്ട രീതിയിൽ കഴിച്ചാൽ കിട്ടുന്ന ഒരു നല്ല ഡൈജഷൻ, നല്ല തൃപ്തി എന്നൊക്കെ പറയുന്നൊരു സംഭവം നമ്മളത് വേറെ എന്ത് ഫുഡ് കഴിച്ചാലോ, ഒരു ജങ്ക് ഫുഡ് കഴിച്ചാലോ അല്ലെങ്കിൽ ഒരു ബർഗർ മേടിച്ച് തിന്നാലോ പിസ്സ കഴിച്ചാലോ ഒരു നൂഡിൽസ് കഴിച്ചാലോ ഒന്നും കിട്ടില്ല. അതിപ്പോൾ നമ്മൾ മലയാളിയെ ജനിച്ചുകൊണ്ടായിരിക്കാം. അപ്പോൾ അവർക്ക് ഇത് കഴിച്ചാൽ ഇത് ഉണ്ടാവണമെന്നില്ല. പക്ഷെ നമുക്ക് നമ്മുടെ ആ ഒരു രീതിയിൽ അത് ട്രഡീഷണലായിട്ട് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു തൃപ്തിയും സന്തോഷവും ആ ഒരു സുഖവും അല്ലേ. ആ വിഷു ആയാലും ഓണം ആയാലും ഒക്കെ ആ സദ്യവട്ടം എല്ലാ കറികളും ചേർത്ത് കഴിച്ച് അത് അതിൻ്റെതായ രീതിക്ക് കഴിക്കണമെന്ന് എനിക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. പിന്നെ ഇപ്പം മീശം അതുള്ള കാര്യം പറഞ്ഞ പോലെ അങ്ങനെ എന്തെങ്കിലും രസകരമായിട്ടുള്ള വിഷു ഓർമ്മകൾ പങ്കുവയ്ക്കാനുണ്ടോ? അങ്ങനെ ഞങ്ങൾ കണിയായിട്ടൊക്കെ പണ്ട് പോയിട്ടുണ്ട്. ഈ കണിയായിട്ടൊക്കെ പോകുമ്പോൾ രസകരമായ അനുഭവം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പല വീടുകളിലും ചെല്ലുമ്പോൾ ഈ പട്ടിയിട്ട് ഓടിക്കുക, അങ്ങനെ ചിലപ്പോൾ ചില വീട്ടിലൊക്കെ ചാടി കയറി നമ്മൾ വാതിലിൽ മുട്ടി ഇവർ ചിലപ്പോൾ വാതിൽ തുറന്നു വരുമ്പോൾ തന്നെ നമ്മളോട് ദേഷ്യപ്പെടുക, എന്താന്ന് പോലും അറിയാൻ വയ്യാതെ. അപ്പം നമ്മളൊരു കണിയായിട്ട് ചെന്നിട്ട് നമുക്ക് കണി മോശമാകുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ അങ്ങനെയൊക്കെ നമ്മൾ ചെറുപ്പകാലത്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ചേട്ടന്മാരൊക്കെ ആയിട്ടൊക്കെ അന്നൊക്കെ ഇങ്ങനെ കണി കാണാൻ പോകുമ്പോഴൊക്കെ. പിന്നെ ഈ എന്താ പറയുക, മാങ്ങ പറിക്കുക, പേരക്ക പറിക്കുക, ഇതൊക്കെ ഈ കണിയുമായിട്ടൊക്കെ പോകുമ്പോൾ ചെയ്യുന്ന ചില കുസൃതികളൊക്കെയാണ്. അങ്ങനെയുള്ള ചില ഓർമ്മകളൊക്കെ ഉണ്ട്. അത്രയും അല്ലാണ്ട് ഭീകരമായ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല, അങ്ങനെ വളരെ ചുരുക്കം സമയങ്ങളിലൊക്കെ അങ്ങനെ പോയിട്ടുള്ളൂ. പൊതുവേ നമ്മൾ ഈ രാവിലെ എഴുന്നേൽക്കുന്നതിനോട് മടിയുള്ള ആളാണ് ഞാൻ. തന്നെ കണി കാണുന്നത് രാവിലെ 9 മണിക്കാണ്. അങ്ങനെ എത്ര പറഞ്ഞാലും നമ്മുടെ കുട്ടിക്കാലത്തെ വിഷു ഓർമ്മകളുടെ അത്ര അല്ലെങ്കിൽ വിഷു ആഘോഷങ്ങളുടെ അത്രയൊന്നും വരില്ല നമ്മളുടെ ഈ കാലത്തെ വിഷു ആഘോഷങ്ങൾ. അപ്പോൾ പ്രശാന്തേട്ടൻ്റെ വിഷുക്കാല
എങ്ങനെയാണ് ആഘോഷിച്ചത്, അതേപോലെ പ്രശാന്തേട്ടന്റെ കുട്ടികൾക്ക് ആഘോഷിക്കാനുള്ള ഒരു അവസരം, അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി എന്തെങ്കിലും? എൻ്റെ കുട്ടികളൊക്കെ ശരിക്കും പറഞ്ഞാൽ അവര് എൻ്റെ ആദ്യത്തെ മോൻ ഒക്കെ ജനിക്കുന്ന സമയത്താണ് നമ്മൾ വീട്ടിലൊക്കെ ഇത്രയും വിഭവസമൃദ്ധമായ കണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തുടങ്ങിയത്. ഞാനൊക്കെ ഉള്ള കാലത്ത് അത്രയും ഉണ്ടായിട്ടില്ല. അപ്പോൾ പക്ഷേ നമ്മുടെ കുട്ടിക്കാലത്ത് ഇതുപോലെ എല്ലാ തറവാട്ടിലൊക്കെ ഒത്തുകൂടിയിട്ടുള്ള ആഘോഷങ്ങളൊക്കെ ഉണ്ടായി. ഇവർക്ക് പിന്നെ അങ്ങനെയുള്ള ആഘോഷങ്ങൾക്ക് ഉള്ള ഒരു ഭാഗ്യം ഇവർക്കില്ലാത്തത് കൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉരുളിയിൽ ഈ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ച് ആ ഒരു സമൃദ്ധി നമ്മൾ കാണിക്കാറുണ്ട്. ഒരു ദിവസം എൻ്റെ മൂത്ത മോൻ ചെറുതായിരുന്നപ്പോൾ അവനെ ഒരു ചെറിയ നേരിയത കുടിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്നിരുത്തി. ഞാൻ ഉണ്ണിക്കണ്ണനെ കണി കാണിക്കാൻ വേണ്ടി ഇവിടെ അവനെ സോഫയിലിരുത്തി. ഇവിടെ താഴെ കണിയൊക്കെ ഒരുക്കി വെച്ച് ഞാൻ നോക്കുമ്പോൾ ഇവൻ മുണ്ടും പൊക്കി പിടിച്ച് ഉണ്ണിക്കണ്ണനെ കണി കാണിക്കുക. ഞാൻ ചിരിച്ചു. എൻ്റെ ഫോട്ടോ കുറേ നാൾ മുമ്പ് വരെ മൊബൈലിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ അതും ഒരു എന്താ പറയുക. പിന്നെ അവർ എല്ലാ കൊല്ലം നമ്മൾ രാവിലെ എഴുന്നേൽപ്പിച്ച് കണ്ണൊക്കെ പൊത്തി കൊണ്ടുവന്ന് കാണിക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ ഇപ്പോ ഉണ്ണിക്കണ്ണനെ ഒക്കെ പറ്റി പറഞ്ഞപ്പോ ഉണ്ണിക്കണ്ണനെ വെച്ചിട്ടൊരു വിഷു ഗാനം ഞങ്ങൾക്ക് പാടിത്തരാവോ? ഉണ്ണിക്കണ്ണനെ വെച്ചിട്ടുള്ള പാട്ടിനേക്കാൾ ഉപരി എന്താ പറയാ, കൃഷ്ണനെ പറ്റി വിഷു അല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ കമലാനേത്രനെ കുറിച്ച് തന്നെ പാടാം അല്ലേ? ശരി. കണി കാണും നേരം കമലാനേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. കണി കാണും നേരം കമലാനേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനെ. രണ്ടാൺകുട്ടികളുടെ കാര്യം പറഞ്ഞു. അപ്പോ പ്രശാന്തേട്ടന്റെ കഴിവുകള് കുട്ടികൾക്കായിട്ട് പകർന്നു കൊടുത്തിട്ടുണ്ടോ? അവരെന്തിലൊക്കെയാണ് ഇപ്പൊ എക്സൽ ചെയ്ത് വരുന്നത്? ഞാനായിട്ട് പകർന്നു കൊടുത്തിട്ടില്ല, കാരണം ഇത് പകർന്നു കൊടുക്കാനും മാത്രം നമ്മുടെ കയ്യിലില്ല. പിന്നെ മക്കള് അവർക്ക് ഓരോ ടാലൻസ് വരയ്ക്കാനും അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങളിലൊക്കെയുള്ള ടാലൻസ് ഒക്കെ പ്രകടിപ്പിക്കാറുണ്ട്. ഞാനത് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. സ്കൂളിലെ മത്സരങ്ങളിൽ പലതിലും പങ്കെടുപ്പിക്കാനായിട്ടൊക്കെ ശ്രമിക്കാറുണ്ട്. പിന്നെ അവർക്കിപ്പോൾ അതൊന്നും അല്ല, അവർ വേറെ എന്തൊക്കെ ഈ ക്രിയേഷൻ, എൻജിനീയറിങ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് കുറച്ച് താല്പര്യം എനിക്ക് തോന്നുന്നു. കലാപരമായിട്ട് ഒന്നും പ്രകടിപ്പിച്ചൊന്നും കണ്ടിട്ടില്ല. പിന്നെ ഇതിനൊക്കെ ഒരു പ്രായമുണ്ട്. ഞാൻ തന്നെ ഹൈസ്കൂൾ ഒക്കെ ചെന്നതിന് ശേഷമാണ് ഇതൊക്കെ ഒന്ന് പുറത്തെടുത്ത് തുടങ്ങിയത്. അപ്പോൾ അത് എപ്പോൾ എവിടെ എങ്ങനെയെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ പെട്ടെന്നായിരിക്കും. ഈ തിരക്കിന്റെ ഷെഡ്യൂളുകൾക്കൊക്കെ ഇടയിലും നമുക്ക് വേണ്ടി നമ്മളുടെ ഈ വിഷു ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ വേണ്ടിയിട്ട് നമ്മളോടൊപ്പം ഇത്രയും നേരം ചെലവഴിച്ച പ്രശാന്തേട്ടന് ഒത്തിരി നന്ദി. പ്രശാന്തേട്ടന് എല്ലാവിധ വിശ്വാശംസകളും, കൂടാതെ ഭാവിയിലും ഒത്തിരി ഉയർച്ചകളും നന്മകളും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവേശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും തരട്ടെ. താങ്ക് യു. നമുക്കെല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും മനോഹരമായൊരു വിഷുക്കാലമാണത്. കാരണം ഒരു വലിയ മഹാമാരിയെല്ലാം ഒഴിഞ്ഞ് നമ്മളെല്ലാവരും എന്താ പറയുക, സംശുദ്ധിയുടെ ലോകത്തേക്ക്, ഒരു നല്ല നാളേക്ക് കാലെടുത്ത് വെക്കുകയാണ്. വിഷുക്കാലം എന്ന് പറയുന്നത് തന്നെ ഒരു പുതിയ വർഷത്തിൻ്റെ പിറവിയായിട്ട്, സമൃദ്ധിയുടെ പ്രതീകമായിട്ട്, വിശുദ്ധിയുടെ പ്രതീകമായിട്ട്, സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രതീകമായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ ഇത് മുതൽ ഇനി അങ്ങോട്ടുള്ളൊരു തുടക്കം ഗംഭീരമാവട്ടെ. എല്ലാത്തിൽ നിന്നും, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും, എല്ലാ പ്രതിബന്ധങ്ങളിൽ നിന്നും വിമുക്തി നേടിക്കൊണ്ട് ഇനിയുള്ള കാലങ്ങളെല്ലാം വിഷുക്കാലങ്ങളാവട്ടെ അല്ലേ? അതെ. നന്മയുടെയും സമൃദ്ധിയുടെയും വിശുദ്ധിയുടെയും ആ മഞ്ഞക്കണിക്കൊന്ന പൂത്തുലയുന്ന ഈ വിഷുക്കാലത്ത് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ അർപ്പിക്കുന്നു.